മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ മുഹിബ്ബായ, വലിയ ആശിഖായ, വലിയ ആലിമായ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്ത് കൊണ്ട് അവിടുത്തെ ചൂണ്ടുവിരലടക്കം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതാ പ്രകാശിപ്പിച്ചില്ലേ, ലൈറ്റ് അണച്ചു കൊടുത്തില്ലേ, വലിയ അത്ഭുതം കാണിച്ചു കൊടുത്തില്ലേ. ആ നിലയ്ക്ക് ഇമാം നബവി തങ്ങളുടെ ഉസ്താദിന്റെ ഉസ്താദ് റാഫി ഇമാം തങ്ങളും ഇതുപോലെ ഇതിന് സമാനമായ നിലക്ക് അതാ കിതാബ് രചന നടത്തുമ്പോ ലൈറ്റ് കെട്ടുപോയപ്പോ തൊട്ടടുത്ത മരത്തിൽ നിന്ന് ലൈറ്റ് പ്രകാശിച്ചത് ഇമാമീങ്ങൾ ചർച്ച ചെയ്യുന്നില്ലേ? അവിടെ മരത്തിന്റെ പ്രകാശമാണോ കയ്യിന്റെ പ്രകാശമാണോ, ഏതാണ് ഇവിടെ പരിഗണിക്കേണ്ടത്, ഏതിനാണ് പവറെന്ന് ഇമാമീങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലേ? മുഅ്തമദ് പറഞ്ഞിട്ടില്ലേ? മരമെന്നാൽ തീയിൽ വെച്ചാൽ കത്തുന്നതാണ്, ദേഹം അങ്ങനെയല്ല, അതുകൊണ്ട് കൈ പ്രകാശിച്ചതാണ് അതിനേക്കാളും പവറെന്ന് ഇമാമീങ്ങൾ സ്ഥിരപ്പെടുത്തിയിട്ടില്ലേ? ആ മഹാന്മാരായ സച്ചരിതരായ നമ്മുടെ പരിശുദ്ധ ഖുർആന്റെ മുഫസ്സിരീങ്ങളിലൂടെ, നമ്മുടെ അഖീദയുടെ ഉലമായിലൂടെ, വലിയ കറാമത്ത് കണ്ട ഔലിയാക്കളിലൂടെ, ആരിഫീങ്ങളിലൂടെ, സ്വാലിഹീങ്ങളിലൂടെ നമുക്ക് കൈമാറി കിട്ടിയ കണ്ണിമുറിയാത്ത പവിത്രതയുള്ള മഹത്തായ പ്രസ്ഥാനം ഇസ്ലാം. അത് ഒരേ ഒരു ഇസ്ലാമേ ഉള്ളൂ, ഒരേ ഒരു മതമേ ഉള്ളൂ, ഒരേ ഒരു പ്രസ്ഥാനമേ ഉള്ളൂ. ആ പ്രസ്ഥാനമാണ് മാ അന അലൈഹി വസുഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മേലാണ്. ചെറുപ്പക്കാരെ, ഉപ്പള ടൗണിൽ വഹാബികൾ വന്നിട്ട് താടി എന്നിട്ട് പാന്റിന്റെ ചുരുട്ടുമടക്കിയിട്ട് ഇതാണ് ഇസ്ലാം, ഇതാണ് ഖുർആൻ എന്ന് പറഞ്ഞിട്ട് തൗഹീദ് എന്ന പേരിൽ നിങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണക്കാരെന്ന് പറയുന്ന ആ റസൂലുള്ളാഹിന്റെ അതാ ബന്ധം സ്ഥാപിക്കാൻ ഏറ്റവും വലിയ അമലല്ലേ അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടില്ലേ, ഇന്ന ഔലൻ നാസി ബി യൗമൽ ഖിയാമത്തി അക്തറുക്കും അലയ്യ സ്വലാ, ഖിയാമത്ത് നാളിന്റെ ദിവസം ഞാനുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളവർ എന്റെ മേൽ സ്വലാത്ത് അധികരിപ്പിച്ചവരെന്ന് തങ്ങൾ പറഞ്ഞില്ലേ? അങ്ങനെ വിശ്വാസികൾ അതാ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഒരു മഹത്തായ ബറക്കത്തുള്ള സ്ഥാപനം കേന്ദ്രീകരിച്ച് ഒരുമിച്ച് കൂടുമ്പോ ആ സ്വലാത്തുകൾ കള്ള സ്വലാത്താണെന്നും അത് ശിർക്കിന്റെ കൂടാരമാണെന്നും പ്രചരിപ്പിക്കുന്നവരില്ലേ? അവര് റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നവരല്ല, തങ്ങൾ കൈമാറിയ ആദർശം പഠിച്ചവരല്ല. അതുകൊണ്ട് തന്നെ അത്തരം കക്ഷികളിൽ അകപ്പെട്ടിട്ട് ഈമാനെ തകർക്കാൻ നിങ്ങളൊരു തബ്ലീഗ് ജമാഅത്തിലും പെട്ടുപോകല്ല, ഒരു സലഫിയിലും പെടല്ല, ഒരു മുജാഹിദിലും പെടല്ല, ഒരു ജമാഅത്തെ ഇസ്ലാമിയിലും പെടല്ല. ആഖിറത്തിനെ സൂക്ഷിക്കണേ. റസൂലുള്ളാഹിന്റെ മഹബ്ബത്തല്ലാതെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ മറ്റൊരു മാർഗമില്ല ഉമ്മമാരെ, മറ്റു മാർഗമില്ല മുസ്ലിമീങ്ങളെ. അതുകൊണ്ട് തങ്ങളാണ് പറഞ്ഞത്, അവസാന കാലഘട്ടം വരുമ്പോ പല പ്രസ്ഥാനക്കാരും വരും, പല ആശയക്കാരും വരും. അവര് തെളിവെടുക്കൽ ഖുർആനാണ്, അവര് തെളിവെടുക്കൽ ഹദീസാണ്. പക്ഷേ അവരമ്പിയാക്കളിൽ നിന്ന്, സ്വഹാബാക്കളിൽ നിന്ന്, അയിമ്മത്തിൽ നിന്ന് പാരമ്പര്യത്തോടെ കിട്ടിയ ഖുർആൻ ഹദീസ് ഉൾക്കൊണ്ടവരല്ല. അവര് ഖുർആൻ അതാ പരിഭാഷ വായിച്ചിട്ട്, ഹദീസ് അതാ മലയാളത്തിലെ പുസ്തകങ്ങൾ വായിച്ചിട്ട് അതിന്റെ ബാഹ്യമായ മായന മാത്രം ഉൾക്കൊണ്ടിട്ട് ഈ ദീനിൽ നാശത്തിന് വേണ്ടി വന്നിട്ട് റസൂലുള്ളാഹിന്റെ മൗലിദ് വരുമ്പോ, പരിശുദ്ധ റബീഉൽ അവ്വൽ വരുമ്പോ ഈമാനുള്ളവന് സമാധാനമല്ലേ, സന്തോഷമല്ലേ, ആഹ്ലാദമല്ലേ, ആഘോഷിക്കുകയല്ലേ? അപ്പൊ വഹാബികൾ പറയുന്നു നബിദിനം ശിർക്കാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശറഫാക്കപ്പെട്ട ജന്മം സംഭവിച്ച ക്രിസ്താബ്ദം 571 ഏപ്രിൽ 21-ാം തീയതി തിങ്കളാഴ്ച സുബഹിയുടെ തൊട്ടു മുമ്പല്ലേ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങള് മക്കയിലതാ അള്ളാന്റെ ഹബീബിന് മഹദിയായ ആമിന ബീബി റളിയല്ലാഹു അൻഹാ ജന്മം നൽകിയില്ലേ? ലോകം മൊത്തം ആഹ്ലാദത്തോടെ മലായികത്തൊക്കെ സഫായിട്ട് സന്തോഷം വാനലോകത്തും ഭൂമി ലോകത്തും അതാ പകരുകയും ആ നിലയ്ക്ക് മഹാന്മാര് നുകരുകയും ചെയ്ത പരിശുദ്ധ റബീഇന് അതാ സാധാരണ മാസം പോലെയാണ്, റബീഉൽ അവ്വൽ 12 സാധാരണ ദിവസം പോലെയാണ്. ആ നിലയ്ക്ക് ലോകത്തിന്റെ റഹ്മത്തായിട്ട് ലോകം സൃഷ്ടിക്കാൻ കാരണക്കാരായ തങ്ങള് സാധാരണ മനുഷ്യരെന്ന് പറഞ്ഞ വഹാബികൾക്ക് ഇസ്ലാമിൽ സ്ഥാനമുണ്ടോ? അവർക്ക് ഖുർആൻ പറയാൻ അധികാരമുണ്ടോ? അവർക്ക് ഹദീസ് പറയാൻ അധികാരമുണ്ടോ? അതുകൊണ്ട് അത്തരം വഞ്ചകന്മാരുടെ, അത്തരം കള്ളത്തരക്കാരുടെ ഒരു പ്രസ്ഥാനത്തിലും പെട്ടിട്ട് സുന്നത്ത് ജമാഅത്തിൽ നിന്ന് വഴിമാറരുത് മുസ്ലിമീങ്ങളെ. ദുനിയാവിന്റെ
ദുനിയാവിന്റെ താല്പര്യമല്ല. ഇന്നല്ലെങ്കിൽ നാളെ ശ്വാസമടങ്ങിയിട്ട് ഖബറിലേക്ക് യാത്ര ഉണ്ട് കേട്ടോ. യകൂനു ഫീ ആഖിരി സമാനി തജഅലൂന കദ്ദാബൂന യതൂനകും മിനൽ ഹദീസ് ബിമാ ലം തസ്മഉ അൻതും വലാ ആബാഉകും ഫയ്യാകും വയ്യാഹും ലാ യുദല്ലൂനകും വലാ യഫ്തിനൂനകും. തങ്ങൾ പറഞ്ഞത് മറക്കണ്ട. അവസാന കാലഘട്ടം വരുമ്പോ ഒരുപാട് കളവ് പറയുന്ന വഞ്ചകന്മാർ നിങ്ങളും നിങ്ങളെ പിതാക്കളും കേട്ടുകേൾവി പോലുമില്ലാത്ത, അല്ലേ നമ്മൾ കഥാ മുൻകാല മഹത്തുക്കളായിട്ട് കേട്ടുപോന്നിട്ടില്ലേ റബീഉൽ അവ്വലിലെ മൗലിദ്? ഇത് റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് പറഞ്ഞിട്ടില്ലേ? മൗലിദ് എന്ന് പറഞ്ഞാൽ മഹാന്മാരെ മദ്ഹല്ലേ? ഖുർആനിൽ അമ്പിയാക്കളെ മദ്ഹില്ലേ? 25ഓളം വരുന്ന അമ്പിയാക്കളെ മദ്ഹ് പരിശുദ്ധ ഖുർആൻ സ്ഥിരപ്പെടുത്തിയിട്ടില്ലേ, സാക്ഷ്യപ്പെടുത്തിയിട്ടില്ലേ? ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുല്ലാ തഫ്സീറുൽ കബീറുൽ ഹബീബായ തങ്ങളെ മഹത്വം അറിയിക്കുന്ന ആയത്ത് വരുമ്പോ എത്രയാണ് രേഖപ്പെടുത്തിയത്? വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളലുല്ലാഹി അലൈക അളീമാ എന്നിങ്ങനെ തുടങ്ങിയിട്ട് ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും. ആ ആയത്തിലും ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅത ഫീഹിം റസൂലാ. അതുപോലെ തന്നെ ഖുൽ ബിഫളില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. തങ്ങളെ ബഹുമാനം എത്രയാണ്? ഇമാം തബരി രേഖപ്പെടുത്തി, ഇമാം ഖുർത്തുബി രേഖപ്പെടുത്തി, മറ്റു മുഫസ്സിറുകൾ രേഖപ്പെടുത്തി. ആ നിലക്ക് തങ്ങളെ ബഹുമാനം സ്വഹാബത്ത് തന്നെ. ഖുർആൻ ഉൾക്കൊണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഖുർആൻ ഉൾക്കൊണ്ട സ്വഹാബത്താണ്. റബീഉൽ അവ്വൽ 12-ന് അല്ലാഹുവിന്റെ ഹബീബ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോ സ്വഹാബത്തിന് കിടന്നാൽ ഉറക്കില്ല, ഭക്ഷണം കഴിച്ചാൽ ഇറങ്ങുന്നില്ല. ഹബീബായ തങ്ങളെയും പ്രതീക്ഷിച്ചിട്ട് കുട്ടികളാതാ ദഫ് കൊണ്ട് പ്രോത്സാഹിപ്പിച്ചിട്ട് മദീനയുടെ എൻഡിൽ തങ്ങളെ പ്രതീക്ഷിച്ച് സ്വാഗതമർപ്പിക്കാൻ നിൽക്കുമ്പോഴാണ് കടന്നു വരുന്നു. അല്ലാഹു അക്ബർ ജാഅ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാഅ റസൂലുള്ളാഹ് എന്ന നിലക്ക് ഹബീബായ തങ്ങളുടെ വരവ് കണ്ടപ്പോ മഹാന്മാരായ സ്വഹാബത്ത് വലിയ നിലക്ക് മൗലിദ് ഓതുകയാണ്, വലിയ മദ്ഹ് പറയുകയാണ്. ത്വലഅൽ ബദ്റു അലൈനാ മിൻ ഫനിയാത്തിൽ വദാഇ وجب شكره علينا ما دعا لله داعي എന്ന് മദീനയെ പ്രകമ്പനം കൊള്ളിച്ച നിലക്ക് മഹാന്മാരായ സ്വഹാബ് തങ്ങൾ മഹത്വം പറഞ്ഞ സ്വഹാബ് വലിയ മൗലിദ് ഓതിയില്ലേ? സ്വഹാബത്ത് ജവാബ് ചൊല്ലിയില്ലേ? അല്ലാഹു അക്ബർ ജാഅ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാഅ റസൂലുള്ളാഹ്. ഈ നിലക്ക് സ്വഹാബികളിൽ നിന്നും ദീൻ പഠിച്ച ഇമാമിങ്ങളാണ് സൈനുദ്ദീൻ മഖ്ദൂം അടക്കം. നമ്മളെ മുമ്പിൽ നമുക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെട്ട് തങ്ങളോടുള്ള മഹബത്ത് കിട്ടിയിട്ട് നമ്മളെ ക്യാൻസർ സുഖപ്പെട്ട് കിട്ടാൻ, നമ്മുടെ കിഡ്നിയുടെ തകരാറ് മാറാൻ, നമ്മുടെ ഹാർട്ടിന്റെ ബ്ലോക്ക് നീങ്ങാൻ, നമുക്ക് മാരക പരീക്ഷണം ഇല്ലാതിരിക്കാൻ, നമുക്ക് പ്രശ്നം വരുമ്പോ സമാധാനം ലഭിക്കാൻ, ഈമാനിന് ശക്തി കിട്ടാൻ, അമലുകൾക്ക് കബൂലിയത്ത് കിട്ടാൻ, അല്ലാഹുവിങ്കിൽ വലിയ ദറജ കിട്ടാൻ, റബ്ബിലേക്ക് വലിയ ഉയർച്ച കിട്ടാൻ മഹാന്മാര് നമ്മൾക്ക് പഠിപ്പിച്ചു തന്നു. അന്താ തത്ലുഉ ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വഅശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീ ഖൽബി ഗൈറുല്ലാഹ് റൂഹുൽ ഖൽബി ദിക്റുല്ലാഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തങ്ങളെ മദ്ഹ് ചെയ്തിട്ട് മഹാന്മാരൊക്കെ ചെയ്തതുപോലെ ചെയ്യുമ്പോ അത് പറ്റൂല എന്ന് പറയുന്ന പുത്തൻ കക്ഷികൾ വന്നിട്ട് ഉപ്പളയിലും കാസർഗോട്ടും സമ്മേളനം വെച്ചാൽ, പള്ളിക്കരയിൽ സമ്മേളനം വെച്ചാൽ, മലപ്പുറത്തും കണ്ണൂരും അതാ അവരുടെ പ്രബോധനം നടത്തിയാൽ മനസ്സിലാക്കണം, തങ്ങളെ വാക്ക് ഉൾക്കൊള്ളണം, മറക്കല്ല, കൊത്തിവെച്ചോ കൽബില്. ഇയ്യാകും വഹിയാഹും ലാ യുദല്ലൂനകും വലാ യഫ്തിനൂനകും. നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ, അവരെ നിങ്ങൾ സൂക്ഷിക്കണം കേട്ടോ. ഒരു പുത്തനാശയത്തിലും അകപ്പെട്ട് നിങ്ങൾ ആഖിറം തകരണ്ട, ഈമാൻ നഷ്ടപ്പെടണ്ട. ലാ യുദല്ലൂനകും വഴികേടിത്തരത്തിൽ നിങ്ങൾ പെടണ്ട, വലാ യഫ്തിനൂനകും നിങ്ങൾ ഫിത്നയിൽ കുടുങ്ങണ്ട. റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ്
ആ ഹബീബായ തങ്ങളെ കൊണ്ട് കണ്ടോ, നമുക്ക് മുമ്പെങ്ങാനുമില്ലാത്ത സദസ്സിലില്ലാത്ത ആവേശം ഇല്ലേ ഈ സദസ്സിലുള്ള ആർക്കും ഉറക്ക് തൂങ്ങണില്ല. ഇബ്ലീസിന്റെ ഒക്കെ ഒരു പ്രയാസം ഉറക്കിൽ വരുന്നുണ്ടെങ്കിൽ അള്ളാഹ് എല്ലാ ഇബ്ലീസിനും നമ്മളിൽ നിന്ന് അള്ളാഹു നീക്കി തരട്ടെ. ശൈത്താന്റെ ശർറിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. ഇബാദത്തിന്റെ ഹലാവത്ത് തങ്ങളിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുമ്പോ റഹ്മത്തുൽ ആലമീനായ തങ്ങൾ ഖൽബിൽ നിറയുന്ന നിലക്ക്, തസവ്വുറാകുന്ന നിലക്ക് പല പ്രാവശ്യം മെലിയും. അള്ളാഹുവേ, ഈ മജ്ലിസ് കൊണ്ട് ഞങ്ങൾക്ക് തങ്ങളെ കാണിക്കണം റഹ്മാനെ. ഇബാദത്തിൽ തലദ്ദുദ് നൽകണം റഹ്മാനെ. ഹലാവത്ത് നൽകണം റഹ്മാനെ. മടുപ്പ് നൽകല്ല അല്ലാഹ്. ശൈത്താന്റെ വസ്വാസും ശർറും നൽകല്ല റഹ്മാനെ. ആവേശമില്ലേ എല്ലാവർക്കും? എന്താ കാരണം? ഈ മഹത്തായ സഫർ മാസത്തിലെ എണ്ണപ്പെട്ട ദിവസങ്ങൾ കഴിഞ്ഞാൽ ലോക മുസ്ലിങ്ങൾ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന, ലോക മുസ്ലിങ്ങൾ വലിയ പ്രതീക്ഷയോടെ തങ്ങൾക്ക് മദ്ഹ് പറയാനും സലാം പറയാനും മൗലിദ് പറയാനും കാത്തിരിക്കുന്ന പവിത്രമായ റബീഇന്റെ മാസം, വസന്തത്തിന്റെ മാസം, റബീഉൽ അവ്വലിന്റെ പൊന്നമ്പളിക്കേറ് ലോകത്തതാ ആകാശവാനലോകത്ത് പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാൽ വിശ്വാസികൾ ഈമാനോടെ പവിത്രമായ നിലക്ക് മഹബത്ത് ചീറ്റിയൊഴുകി പകർന്നിട്ട് അവര് പറയും, طلع البدر علينا يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله عليكم. എന്തൊരു സന്തോഷമാണ്, എന്തൊരു റാഹത്താണ്, എന്തൊരു ആവേശമാണ്. ആ ആവേശം നമുക്ക് പകരണം, അത് നിലനിൽക്കണം, അത് പ്രചരിപ്പിക്കണം. അതല്ലേ ഹുബ്ബ്? അല്ലേ നമ്മൾ പറയാ ദ്വാരക്കാണ്, അല്ലാഹുവേ തങ്ങളോടുള്ള ഹുബ്ബ് ഞങ്ങൾ കേറ്റിത്തരണമെന്ന്. മീസാനും സഞ്ചാനൊക്കെ ഓതിയ കുട്ടികൾക്കറിയില്ല ഹുബ്ബ് എന്ന് പറഞ്ഞാൽ അതിൽ എത്ര ഹർഫുണ്ട്? 3 ഹർഫുണ്ട്. ഹ, ഡബിൾ ബാ, മദ്ദ അസുലുഹു മദദാദ്. കുട്ടികൾ സഞ്ചാനം എഴുതുമ്പോ ഒരു കലിമത്തിൽ ഒരുപോലത്തെ 2 ഹർഫ് ഒരുമിച്ച് കൂടുകയും ഇദ്വാൻ ചെയ്യൽ ഉദറാകുകയും ചെയ്തപ്പോ ആദ്യത്തെ ദാലിന്റെ ഹർക്കത്തിനെ കളഞ്ഞു. അപ്പൊ മദ്ദാന്നായി. എന്നിട്ട് സാക്കിനായ ദാലിനെ മുത്തഹരിക്കിൽ അതാ ഷദ്ദ് ചെയ്തു, അപ്പോ മദ്ദ എന്നായി എന്ന് പറയുന്നത് പോലെ ഇവിടെ ഹുബ്ബ് എന്ന് പറയുന്ന ഈ കലിമത്തിൽ 2 അക്ഷരങ്ങളാ. ഹൽക്കിന്റെ ഹർഫ അല്ലേ? ഹൽക്കിന്റെ ഹർഫ് എന്ന് പറഞ്ഞാൽ ചങ്കിന്റെ അടിയിൽ വരുന്ന ഹർഫ്. ഹുറൂഫു ഹൽഖിൻ സിത്തത്തുൻ ഹംസും വഹാ, ബാക്കി ഐനും വഹാഉം സുമ്മ ഐനും സുമ്മ ഖാ. എന്ന് പറയുമ്പോ കുട്ടികൾക്ക് 1ാം ക്ലാസ്സിലേക്ക് തന്നെ പറഞ്ഞു കൊടുക്കുക. പറയുമ്പോ എന്ന് പറയും. അപ്പൊ ഈ ചങ്കിന്റെ അടിയിൽ നിന്ന്, അപ്പൊ നെഞ്ചിന്റെ ഉള്ളിലുള്ള ഈ സ്നേഹം. അതുപോലെ ബാന്റെ മഖ്റജോടെ തജ്വീദിന്റെ നിയമം പഠിച്ചെടുക്കറിയാം. ബാ എന്ന് പറയുമ്പോ ശഫത്ത് ചുണ്ടിൽ നിന്ന് പുറപ്പെടുന്ന അർഫാണ് ബാ. അപ്പൊ മനസ്സിന്റെ ഉള്ളിലുള്ള ഈ സ്നേഹം, എനിക്ക് നബിതങ്ങളോട് സ്നേഹമുണ്ട്, അതിനെന്തിനാ ബായാറ് സ്വലാത്തിൽ പോണ്, പെരന്റെ ഉള്ളിൽ എന്ന് ചൊല്ലിയാ പോരെ? എടാ, അത് നിഫാഖാണ്. പെരന്റെ ഉള്ളിലിരുന്ന് ചൊല്ലാനുമുള്ള മനസ്സുകൊണ്ടല്ല, ഈ സ്വലാത്തിന് പോകുന്ന ഒന്ന് നിന്ന് കിട്ടണമെന്ന നിന്റെ അതാ ദുഷിച്ച ചിന്തയല്ലേ, നിന്റെ ചിന്തയില്ലാത്ത ബുദ്ധി, ശൂന്യമായ നിലക്കുള്ള ബുദ്ധിയല്ലേ. അതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റൂല. ഈ കലിമത്ത് തന്നെ അറിയിക്കുന്നത് മനസ്സിന്റെ ഉള്ളിലുള്ള സ്നേഹം. മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടായാ പോരാ, അത് ചുണ്ടിലൂടെ അങ്ങോട്ട് പ്രവഹിച്ചോളണം എന്ന് ഹുബ്ബ് എന്ന് പറയുന്ന കലിമത്ത് തന്നെ, റസൂലുള്ളാഹിന്റെ സ്നേഹം അറിയിക്കുന്ന കലിമത്ത് തന്നെ അറിയിക്കുന്നു എന്ന് ഇമാമീങ്ങൾ പഠിപ്പിച്ചത് ഓർമ്മിച്ചു വെച്ചോ. ഓതിപ്പടിക്കേണ്ട കാലത്ത് മേപ്പിട്ട് നോക്കിയിട്ട് ഖുർആനും ഹദീസും ഉൾക്കൊള്ളാതെ ഫഅലയുടെ അറിയാത്ത നീ, അതാ നഹ്വും സർഫും പഠിക്കാത്ത, അൽഫിയോതാത്ത നീ, തുഹ്ഫ പഠിക്കാത്ത നീ, ഖതുർനദ പഠിക്കാത്ത നീ, അതാ ഹർക്കത്തില്ലാത്തത് വായിക്കാൻ കിട്ടാത്ത നീ, അതാ ഖുർആന്റെ പരിഭാഷ വായിച്ചിട്ട് ഹദീസിന്റെ അർത്ഥം ബാഹ്യമായിട്ട് പഠിച്ചിട്ട് ഞങ്ങൾ ഖുർആന്റെയും ഹദീസിന്റെയും ആളുകളാണെന്ന് പറഞ്ഞിട്ട് ബായാറ് സ്വലാത്തിലേക്ക് ആളെ മുടക്കിയാൽ ഈ ജനങ്ങൾ മാറി നിൽക്കൂല. നീ റസൂലുള്ളാഹിന്റെ മൗലിദ് അതാ നടത്താൻ പറ്റൂല എന്ന് പറയുമ്പോ ജനങ്ങൾ ഈമാനുള്ളവർ വഴിമാറുകയില്ല. അള്ളാന്റെ ഹബീബിന്റെ മഹബത്തിലേക്ക് അറിയിച്ചുകൊണ്ട് തങ്ങളെ പേരിൽ മദ്ഹുർ റസൂൽ സംഘടിപ്പിച്ചിട്ട് റബീഉൽ അവ്വൽ 12 സുബഹിയുടെ മുമ്പ്